എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. RRB NDPC എക്സാം ഡേറ്റ് വന്നു. ജൂൺ 5 മുതൽ ജൂൺ 23 വരെ എക്സാം നടക്കാൻ പോവുകയാണ്. NDPCയുടെ ഗ്രാജുവേറ്റ് എക്സാം ആണ് ഫസ്റ്റ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്തവർക്കെല്ലാം തന്നെ ഇനിയും പഠിക്കാനായിട്ട് സമയമുണ്ട്. അതായത് ആ പരീക്ഷ നമുക്ക് ജൂൺ 24 ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഫസ്റ്റ് ഗ്രാജുവേറ്റ്, NDPC ഗ്രാജുവേറ്റ്, ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരൊറ്റ സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനെല്ലാം മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് മക്കളെ. നിങ്ങളെല്ലാം സ്റ്റേ മോട്ടിവേറ്റഡ് ആയിട്ട് നിങ്ങൾ ഇരിക്കുക. അതായത് നിങ്ങൾ സെറ്റാണ്, അടിപൊളിയായിട്ട് പഠിക്കുന്ന ആൾക്കാരാണ്, അതായത് കാര്യങ്ങളൊക്കെ അത്യാവശ്യം അറിയാവുന്ന ആൾക്കാരാണ്. നിങ്ങളെ നേടത്തുള്ളൂ, നിങ്ങൾക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. ആ കോൺഫിഡൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിനകത്ത് കീപ്പ് ചെയ്ത് വെച്ചിരിക്കുക. നിങ്ങളെ കിടിലമാണ്ട, പ്രസ്ഥാനമാണ്ട, സംഭവമാണ്ട, അങ്ങനെ ആ ഒരു ധൈര്യം എന്ത് ചെയ്യുക, നിങ്ങളുടെ മനസ്സിനകത്ത് വെച്ചേക്കുക. അല്ലാതെ അയ്യോ എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അറിയത്തില്ല, ഓക്കെ, ഒന്നുമില്ല. സോ കോൺഫിഡന്റ് ആയിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് നേടുക. എന്ത് യുദ്ധം വന്നാലും നമ്മൾ എന്താണ്, മറ്റേ നാഗേന്ദ്രൻ ഉണ്ടല്ലോ സിനിമയിലെ, ഏത് സിനിമ, ചട്ടമ്പിനാട് സിനിമയിലെ, ആന കുത്താൻ വന്നാലും നെഞ്ചി മിഴിച്ച് നിൽക്കുന്നവനാണ് ഈ നാഗേന്ദ്രൻ. ഓക്കെ, ആ ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കാം. സോ ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് ഏതൊക്കെ ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കാം, ഏതൊക്കെ ടോപ്പിക്കുകൾക്ക് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാം, എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനു മുമ്പായിട്ട് എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്? GK വന്നിട്ട് 40 ക്വസ്റ്റ്യൻസ് 40 മാർക്കാണ്. അത് കഴിഞ്ഞ് മാത്സ് ആണെങ്കിൽ 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക്, റീസണിങ് ആണെങ്കിൽ 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക്. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക്. 1.5 മണിക്കൂറാണ് എക്സാമിന്റെ സമയം വരുന്നത്. സോ CBT 1 എക്സാം ആണ് ഫസ്റ്റ് നടക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്കറിയാം എന്താ CBT 1ന്റെ പ്രത്യേകത. ഇതൊരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ്. പ്രിലിംസ് പോലെ ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ്. അല്ലാതെ ഇതിന്റെ മാർക്ക് അവസാനം എന്ത് ചെയ്യത്തില്ല, കൗണ്ട് ചെയ്യത്തില്ല. അപ്പോൾ പ്രിലിംസിന്റെ ഒക്കെ കട്ട് ഓഫ് കടക്കത്തില്ലേ, ഒന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ കടന്നിരിക്കും. ആ ഒരു ധൈര്യം മനസ്സിനകത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് CBT 2ന്റെ മാർക്കാണ് എന്ത് ചെയ്യുന്നത്, ഫൈനലായിട്ട് കൗണ്ട് ചെയ്യുന്നത്. ഇപ്പൊ വരാൻ പോകുന്ന പരീക്ഷ ഏതാണ്? CBT 1ന്റെ എക്സാം ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഓരോ ദിവസങ്ങളിലും ഏതൊക്കെ ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കണം. ഓക്കെ, ഒരു ടൈം ടേബിൾ നമുക്ക് ഉണ്ടാക്കാം. മെയ് 18 മുതലുള്ള ടൈം ടേബിൾ നമുക്ക് ഉണ്ടാക്കാം. എന്ന് വെച്ചാൽ നാളെ മുതലുള്ള ടൈം ടേബിൾ നമുക്ക് ഉണ്ടാക്കാം. ഫസ്റ്റ് മെയ് 18. മെയ് 18-നകത്ത് ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കേണ്ടത്? ഒന്ന്, മാത്സിലെ ആവറേജ്. മക്കളെ, ഒരു കാര്യം പറയാനുണ്ട്, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ GK ഫോക്കസ് ചെയ്തിരുന്നാലും ഒന്നും തീരാൻ പോകുന്നില്ല. മാത്സും റീസണും നമ്മൾ അവിടെ കിടക്കും. സോ മാത്സും റീസണിങ്ങും അധികം സ്ട്രോങ് അല്ലാത്ത ആൾക്കാർ മുഴുവനും അവരുടെ ഫോക്കസ് ഇതിലേക്ക് കൊടുക്കാവൂ. മാത്സിലും റീസണിങ്ങിലും മാത്രമേ കൊടുക്കാവൂ. GK പഠിക്കാനുള്ള ഒരു വഴിക്ക് ഞാൻ എന്ത് ചെയ്യാം, ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ മാത്സും റീസണിങ് ഫസ്റ്റ് നിങ്ങളുടെ ഫോക്കസ് കൊടുക്കാം. അതേസമയം മാത്സും റീസണിങ് സ്ട്രോങ് ആയ ആൾക്കാരൊക്കെ ആണെങ്കിൽ അതിലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അവരെന്ത് ചെയ്യുക, GKയിലേക്കും കൂടെ അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, മെയ് 18 ഏതൊക്കെ ടോപ്പിക്കുകൾ തീർക്കണം? ഒന്ന് ആവറേജ്, രണ്ട് LCM HCF, പിന്നെ അത് കഴിഞ്ഞ ആർഗ്യുമെന്റ് ആൻഡ് അസംഷൻ. രണ്ടെണ്ണം മാത്സിലെ ടോപ്പിക്കാണ്, ഒരെണ്ണം റീസണിങ്ങിലെ ടോപ്പിക്കാണ്. മെയ് 19 പോകുമ്പോൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ്, പിന്നെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ആ ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക, ഒന്ന് തീർക്കുക. അതിനുശേഷം മെയ് 20 പോകുമ്പോൾ ഒന്ന് നമ്പേഴ്സ് പഠിക്കുക, സിംപ്ലിഫിക്കേഷൻ എന്ന ടോപ്പിക്ക് നോക്കുക, മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ എന്ന ടോപ്പിക്ക് എന്ത് ചെയ്യുക, നോക്കുക. ഓക്കെ, അതിനുശേഷം മെയ് 21 പോകുമ്പോൾ മെയ് 21 പഠിക്കേണ്ടത് ഏതൊക്കെയാണ്? ഒന്ന് മെൻസുറേഷൻ എന്ന ടോപ്പിക്ക് നോക്കുക, ട്രിഗണോമെട്രി എന്ന ടോപ്പിക്കും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെച്ചേക്കാം. അതിനുശേഷം മെയ് 22 പോകുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും നോക്കുക, ടൈം ആൻഡ് വർക്ക് എന്ന് നോക്കുക, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് നോക്കുക. മക്കളെ, പുതിയ ടോപ്പിക്കുകൾ നോക്കുമ്പോൾ പഴയ ടോപ്പിക്കുകൾ മറക്കരുത്. പഴയ ടോപ്പിക്കുകൾക്ക് റിവിഷൻ കൊടുത്തോണ്ടിരിക്കുക. അതിലെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. പഴയ ടോപ്പിക്കുകളുടെ റിവിഷൻ മസ്റ്റ് ആണ്. പുതിയത് പഠിച്ചില്ലെങ്കിലും പ്രശ്നമല്ല, പഴയ ടോപ്പിക്കുകൾക്ക് റിവിഷൻ കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതൊക്കെ മൊത്തം നമ്മൾ അങ്ങ് മറന്നു പോകും. ഓക്കെ, അത് കഴിഞ്ഞ് മെയ് 23 പോകുമ്പോൾ ഏരിയ ആൻഡ് വോളിയം എന്ന ടോപ്പിക്ക് നോക്കുക, ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് നോക്കുക, ഡേറ്റ സഫിഷ്യൻസ് എന്ന ടോപ്പിക്ക് എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെച്ചേക്കാം. മെയ് 24 പോകുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ്, അത് കഴിഞ്ഞ് മിക്സർ ആൻഡ് അലിഗേഷൻ, ദെൻ അത് കഴിഞ്ഞ പേപ്പർ, മിറർ ആൻഡ് വാട്ടർ ഇമേജ് എന്ന ടോപ്പിക്ക് എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഞാൻ ഈ പറയുന്നത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടുതലിൽ നിന്ന് കുറഞ്ഞ ഓർഡറിലേക്കാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. മുമ്പത്തെ പരീക്ഷകൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ മാർക്ക് വന്ന ടോപ്പിക്കുകളാണ് ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ ഇട്ടേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് മെയ് 25 പോകുമ്പോൾ മെയ് 25 ജോമെട്രി നോക്കുക, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന ടോപ്പിക്ക് നോക്കുക, ഓൾജീബ്ര എന്ന ടോപ്പിക്ക് എന്ത് ചെയ്യുക, നോക്കുക. മെയ് 26 പോകുമ്പോൾ ഫിഗേഴ്സ് നോക്കുക, ബ്ലഡ് റിലേഷൻ നോക്കുക. മെയ് 27 പോകുമ്പോൾ ഓർഡർ ആൻഡ് ഔട്ട്, പിന്നെ അത് കഴിഞ്ഞ ആൽഫ ന്യൂമറിക് സീരീസ്, ഈ രണ്ട് ടോപ്പിക്കുകൾ നോക്കാം. ഇത്രയുമാണ് മാത്സിലെയും റീസണിങ്ങിലെയും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ. ഇതിനകത്ത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടുതലുള്ള ടോപ്പിക്കുകളാണ് ഞാൻ ഫസ്റ്റ് ദിവസങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അതിനാണ് ആദ്യം നിങ്ങൾ എന്ത് കൊടുക്കേണ്ടത്, പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ? അതിനുശേഷം GK.
അപ്പൊ ഞാൻ പറഞ്ഞു GK നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, കടല് പോലെ സാധനം കിടപ്പുണ്ട്, ഇഷ്ടംമാതിരി കിടപ്പുണ്ട്. അപ്പൊ എനിക്കൊരു സജഷൻ അങ്ങോട്ട് പറയാനുണ്ട്. നമുക്കിപ്പോ ഒരു മൈക്രോ നോട്ട്സ് എന്നൊരു സാധനം നമ്മളിപ്പോ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് കാരണം നമ്മൾ മൈക്രോ നോട്ട്സ് മാത്രമായിട്ട് നമ്മളിപ്പോ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളിപ്പോ നമ്മുടെ കോഴ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഒരു ബാച്ച് ആയിട്ട് നമ്മൾ മൈക്രോ നോട്ട്സ് മാത്രം ആഡ് ചെയ്തിട്ടുണ്ട്. വെറും 499 രൂപ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ GK ഒരു അവസാന റിവിഷൻ കൊടുക്കാനായിട്ട് അത് മാത്രം മതിയാവും. ഓക്കെ, അതായത് പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കിലും മൈക്രോ നോട്ട്സിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം ഒന്ന് യൂസ് ചെയ്യുക. എന്ന് വെച്ചാൽ മൈക്രോ നോട്ട്സ് എന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്ന ഈ സാധനമാണ് മൈക്രോ നോട്ട്സ് എന്ന് വെച്ചാൽ. ഒരു പേപ്പറിനകത്ത് തന്നെ നമ്മളൊക്കെ പണ്ട് തുണ്ട് വയ്ക്കത്തില്ലടാ, ആ സെയിം സാധനം, ഇമ്പോർട്ടന്റ് ആയ സാധനങ്ങൾ മാത്രം. ഓക്കെ, അപ്പോൾ ഒരു പേജിനകത്ത് തന്നെ എത്ര ടോപ്പിക്കുകളാണ് നോക്കും. ഒന്ന് സാർട്ടിയേഴ്സ്, പ്രസിഡന്റ്സ് ആൻഡ് സയന്റിസ്റ്റ്, അത് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ബെല്ല്, അതിന്റെയൊക്കെ അബ്രിവേഷന്റെ ഫുൾ ഫോം, അതേപോലെ തന്നെ നെക്സ്റ്റ് ഓരോ ഇൻസ്ട്രുമെന്റ്സും ആരൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അത് കഴിഞ്ഞ് കൾച്ചറൽ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ്, പിന്നെ അത് കഴിഞ്ഞടുത്ത് ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റീസ് ആൻഡ് ദർ ഇൻസ്ട്രുമെന്റ്സ്. അങ്ങനെ ഒരു പേജിനകത്ത് തന്നെ നോക്കി 1 2 3 4 5 6 കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ്, ചിലതിൽ 4 കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് ഒക്കെയാണ് നമ്മൾ മൈക്രോ നോട്ട്സിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഒരു റിവിഷന് സെറ്റ് സാധനം, പൊളി സാധനം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. GKയിലേക്ക് പോകുമ്പോൾ സ്റ്റാറ്റിക് GKയിലെ ഫസ്റ്റ് പഠിക്കേണ്ടത് ക്ലാസിക്കൽ ആൻഡ് ഫോക്ക് ഡാൻസ് ഒന്ന് നോക്കുക, അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് ഒന്ന് നോക്കുക, വാട്ടർഫോൾസ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക, ഗവൺമെന്റ് സ്കീംസ് ആൻഡ് ആപ്സ് ഒന്ന് നോക്കുക. അതിനുശേഷം ഫെസ്റ്റിവൽസ് നോക്കുക, ഓരോ സ്റ്റേറ്റിലെയും പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽസ്, ഡാൻസ് ഫോംസ്, ക്ലാസിക്കൽ ഫോംസ്, അതൊക്കെ നോക്കി വെച്ചേക്കുക. സ്പോർട്സ് ഒന്ന് നോക്കി വെച്ചേക്കുക, ടെമ്പിൾസ് ആൻഡ് മോണമെന്റ്സ് ഒന്ന് നോക്കി വെച്ചേക്കുക, നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറി, ബയോസ്ഫിയർ റിസർവ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക, ഡാംസ് ആൻഡ് മൾട്ടിപർപ്പസ് പ്രോജക്ട്, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ്, തെർമൽ പവർ സ്റ്റേഷൻ ഒക്കെ എന്ത് ചെയ്യുമെന്ന് പഠിച്ചു വെച്ചേക്കാം. അത് കഴിഞ്ഞ് കറണ്ട് അഫയേഴ്സിലേക്ക് പോകുമ്പോൾ ഇമ്പോർട്ടന്റ് അപ്പോയിന്റ്മെന്റ്സ് ഒന്ന് നോക്കുക, അത് കഴിഞ്ഞ അവാർഡ്സ് ഒന്ന് നോക്കുക, ബുക്സ് ആൻഡ് ഓതേഴ്സ് ഒന്ന് നോക്കുക, ഇന്ത്യയുടെ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ പൊസിഷൻ എവിടെ നിൽക്കുന്നു ഒന്ന് പഠിച്ചു വെച്ചേക്കാം, ഇമ്പോർട്ടന്റ് ഡേയ്സ് ആൻഡ് തീംസ് നോക്കുക, ഇന്ത്യയുടെ മിലിറ്ററി എക്സസൈസ് എന്ന് നോക്കുക, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒന്ന് നോക്കുക, ലാസ്റ്റ് നടന്ന ഒളിമ്പിക്സും ഏഷ്യൻ ഗെയിംസും അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെച്ചേക്കുക. ഇതിനൊക്കെ നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി എന്ത് ചെയ്യുക, ഒന്ന് കൊടുക്കുക. ഓക്കെ, അപ്പൊ അല്ലാതെ GK പഠിക്കാൻ നിന്നാൽ കടല് പോലെ സാധനം കിടപ്പുണ്ട്, ഓടിച്ച് മാത്രം എന്ത് കൊടുക്കാവൂ, റിവിഷൻ കൊടുക്കാവും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ നമ്മളങ്ങ് സ്റ്റക്കായി നമ്മളങ്ങ് പോകും. ഓക്കെ, ഇനി നിങ്ങൾക്ക് അവസാനം ഒരു പ്രോപ്പർ റിവിഷൻ നിങ്ങൾക്ക് വേണം. അവസാനം ഒരു റിവിഷൻ വേണം. അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എല്ലാ ദിവസവും ചുരുങ്ങിയത് 7 മണിക്കൂറെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും ചുരുങ്ങിയത് 7 മണിക്കൂർ, ചത്തിട്ടില്ലെങ്കിൽ വൈകുന്നേരം ചത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം, 7 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 7 മണിക്കൂർ എന്നല്ല, മിനിമം 7 മണിക്കൂറെങ്കിലും എന്ത് ചെയ്യുക, ഉറപ്പാക്കുക. ലാസ്റ്റ് സമയങ്ങളിലാണ്, ഒരു എക്സാമിന്റെ ലാസ്റ്റ് സമയങ്ങളിലാണ് ഏറ്റവും അധികം ആൾക്കാർ എന്ത് ചെയ്യുന്നത്, ഉഴപ്പുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ലാസ്റ്റ് നമ്മൾ തീ പോലെ പഠിക്കും, ഒന്നുമല്ല. അവസാനമൊക്കെ എത്തുമ്പോൾ ഉഴപ്പമുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. ഒരിക്കലും ബാക്കിലോട്ട് വരരുത്, ഉഴപ്പരുത്, തീ പോലെ എന്ത് ചെയ്യുക, നിൽക്കുക. അതായത് നിങ്ങളെ അടുത്ത് വന്നാൽ നിങ്ങളെ ചൂട് കാരണം, പനി പിടിച്ചുള്ള ചൂടല്ല, എക്സാം ചൂട് കാരണം എന്ത് ചെയ്യുക, ബാക്കിയുള്ളവരൊക്കെ അങ്ങ് മാറിപ്പോണം. ആ റേഞ്ചിലായിരിക്കണം നിങ്ങളുടെ തലയ്ക്ക് ചുറ്റുള്ള ഓറ വരേണ്ടത്. ഓക്കെ, മാത്രമല്ല എല്ലാ ദിവസവും ഒരു 5 മൈക്രോ നോട്ട്സ് വെച്ച് എന്ത് ചെയ്യുക, റിവിഷൻ കൊടുക്കുക. 5 മൈക്രോ നോട്ട്സ് മസ്റ്റ് ആയിട്ട് റിവിഷൻ കൊടുക്കുക. അപ്പൊ 12 ദിവസം കൊണ്ട്, അതായത് 50 മൈക്രോ നോട്ട്സ് ആണ് നമ്മളിപ്പോ അതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. 10 കൂടി ഇപ്പൊ പ്രിപ്പറേഷനിലാണ്. അങ്ങനെ ടോട്ടൽ 60 മൈക്രോ നോട്ട്സ് വരും. ഇപ്പൊ ഈ 60 മൈക്രോ നോട്ട്സ് ആകുമ്പോൾ തന്നെ 60 × 4 മിനിമം 240 ടോപ്പിക്കുകൾ എന്തെങ്കിലും അതിനകത്ത് നിങ്ങൾക്ക് റിവിഷൻ കൊടുക്കാൻ പറ്റും. 240 ടോപ്പിക്ക് മിനിമം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ റിവിഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഒരു ദിവസം 5 എണ്ണം വെച്ച് മാത്രം എന്ത് ചെയ്താൽ മതി, 5 പേജ് വെച്ച് മാത്രം അങ്ങ് തീർത്താൽ മതി. ഓക്കെ, അത് കഴിഞ്ഞ് 30 കറണ്ട് അഫയേഴ്സ് ഡെയിലി ഒന്ന് നോക്കുക. അത് കഴിഞ്ഞ എല്ലാ ദിവസവും മാക്സിമം റീസണിങ്ങും 60 ക്വസ്റ്റ്യൻസ് വെച്ച് എന്ത് ചെയ്യുക, സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക, സോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും ഒരു മോക്ക് ടെസ്റ്റ് എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. മിനിമം ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പിക്കുക. അപ്പൊ തന്നെ എന്ത് ചെയ്യും, 7 മണിക്കൂറൊക്കെ അങ്ങ് കഴിഞ്ഞോളും. നന്നായിട്ട് ഇതേപോലെ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യാം. ഇനി നമുക്കൊരു NTPCയുടെ ഒരു ക്രാഷ് ബാച്ച് ഉണ്ട്. ഇത് പ്രധാനമായിട്ടും ലാസ്റ്റ് റൗണ്ട് റിവിഷൻ, അണ്ടർ ഗ്രാജുവേറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ഹെൽപ്പ് ആയിരിക്കും. അതായത് ഈ ടോപ്പിക്കുകളൊക്കെ അതിനകത്ത് എല്ലാം കാണും. മാത്സ് റീസണിങ് ഫുൾ ഉണ്ട്, GKയിലെ പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്സും ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പൊ അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിൽ ജോയിൻ ചെയ്യാം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ NTPCയുടെ എക്സ്പ്രസ് ക്രാഷ് ബാച്ച്, ഒരു കിഡിലെ സാധനം. ഓക്കെ, അതിനകത്ത് ഈ മൈക്രോ നോട്ട്സ് ഫുള്ള് ആഡഡ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും, അതായത് ടെസ്റ്റ് പാക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം അതിനകത്ത് ആഡഡ് ആണ്. അപ്പൊ ഒരുപാട് പ്രയോജനം അത് നിങ്ങൾക്ക് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സോ ജോയിൻ ചെയ്യാനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, 8281223366. ഓക്കെ, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റേ സാഗർ ഇലിയാസ് ജാഗി സിനിമയിൽ പറയുമ്പോൾ 2255, അതേപോലെ 8281223366 ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ
അവർ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് പറഞ്ഞു തരും എന്തൊക്കെയാണ് അതിനകത്തുള്ളത്, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഫുൾ അങ്ങോട്ട് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക, ഉറപ്പിക്കുക. എക്സാം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ പോകുന്നു, എക്സാം എഴുതുന്നു, അത് കഴിഞ്ഞ് CBT 1 അങ്ങ് പാസ്സായി പോകുന്നു, CBT 2 എന്ത് ചെയ്യുന്നു, പാസ്സാവുന്നു, ജോലി കിട്ടുന്നു, അത് കഴിഞ്ഞ് ഫസ്റ്റ് നിങ്ങൾ ജോലിക്ക് പോകുന്നു. ആ സ്വപ്നങ്ങളൊക്കെ കണ്ടോടാം, തീയാണ് തീ. ഓക്കെ, അപ്പോൾ മറ്റൊരു സെഷനിൽ കാണാം. താങ്ക് യു ഓൾ.